Next one, looking after ourselves. Listen. India is a democratic country. This means we are not ruled by a king, but we govern our own country. There are thousands of towns and cities and lakhs of villages in our country. They all need safe drinking water, electricity, roads, schools, and health centers. These things are called civic amenities. In villages, the civic amenities are provided and looked after by the Grama Panchayats. In towns and cities, the municipal committees provide and look after the civic amenities. നമുക്കറിയാം, we know India is a democratic country, അല്ലെ? India is a democratic country. എന്താ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാല്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അല്ലെ? India is a democratic country. This means we are not ruled by a king, but we govern our own country. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ രാജാവാണോ ഭരിക്കുന്നത്? അല്ല, അല്ലേ? രാജാവല്ല, നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് ആണ് നമ്മളെ റൂൾ ചെയ്യുന്നത്. അപ്പൊ രാജാവ് ഭരിക്കാതെ ഗവൺമെന്റ് ഭരിക്കുന്ന കൺട്രീനെ പറയുന്ന പേരാണെന്ത്? ഡെമോക്രാറ്റിക്. ഓക്കെ, ഡെമോക്രാറ്റിക് മീൻസ് വി ആർ നോട്ട് റൂൾഡ് ബൈ എ കിങ്, ബട്ട് വി ഗവേൺ അവർ ഓൺ കൺട്രി. അല്ല, നമ്മൾ തന്നെയാണ് നമ്മളെ കൺട്രീനെ ഭരിക്കുന്നത്, അല്ലാതെ രാജാവ് അല്ല. Okay, then there are thousands of towns and cities and lakhs of villages in our country. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇന്ത്യ is a democratic country. This means we are not ruled by a king, അല്ലെ? We govern our own country. നമ്മുടെ കൺട്രീനെ നമ്മൾ തന്നെയാണ് ഗവേൺ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, thousands of people, thousands of towns, thousands of villages are in our country. ഒരുപാട് ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട്, ആയിരക്കണക്കിന് ടൗൺ ഉണ്ട്, ആയിരക്കണക്കിന് സിറ്റീസ് ഒക്കെ നമ്മുടെ കൺട്രിയിലുണ്ട്. ഇവർക്കൊക്കെ എന്ത് വേണം? They all need safe drinking water, electricity, roads, schools and health centers. അപ്പൊ ആയിരക്കണക്കിന് സ്റ്റേറ്റ്സും ആയിരക്കണക്കിന് വില്ലേജസും ആയിരക്കണക്കിന് ടൗൺസ് ഒക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ജനങ്ങൾക്ക്, ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും കുടിക്കാനുള്ള വെള്ളം, അല്ലെ, ഡ്രിങ്കിങ് വാട്ടർ വേണം, ഇലക്ട്രിസിറ്റി വേണം, റോഡ്, നല്ല നല്ല റോഡ് വേണം, സ്കൂൾസ് വേണം, പിന്നെ ഹെൽത്ത് സെന്റേഴ്സ് വേണം, അല്ലെ? നമുക്ക് പഠിക്കാനുള്ള സ്കൂള്, നമുക്ക് കുടിക്കാനുള്ള വെള്ളം, നമുക്ക് കറണ്ട്, നമുക്ക് ആവശ്യമായ റോഡ്, ഹെൽത്ത് സെന്ററുകൾ, ഹോസ്പിറ്റൽസ് ഒക്കെ നമുക്ക് വേണം. These things are called civic amenities. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? സിവിക് അമ്യൂണിറ്റീസ് എന്ന് പറയാ. എന്താ സിവിക് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല്? പീപ്പിൾ നീഡ് safe drinking water, electricity, roads, schools, health centers, hospital, etc. These things are known as civic amenities. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? സിവിക് അമ്യൂണിറ്റീസ് എന്ന് പറയാം. In villages, the civic amenities are provided and looked after by the Grama Panchayats. In towns and cities, the municipal committees provide and look after the civic amenities. സിവിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബേസിക് നീഡ്സ്, നമുക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാ? വെള്ളം, പിന്നെ കറണ്ട്, റോഡ്, സ്കൂള്, അല്ലെ, ഹെൽത്ത് സെന്റേഴ്സ്, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ ഓക്കെ. ഇതിനെയാണ് നമ്മൾ അമ്യൂണിറ്റീസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഗ്രാമങ്ങളിലെ ഈ സിവിക് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മളൊരു പേര് പറയാം. ആരാ പ്രൊവൈഡ് ചെയ്യുക? ഗ്രാമങ്ങളില് ഇങ്ങനെയുള്ള അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്താണ്. മക്കളെ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഗ്രാമങ്ങളിലെ ഈ സിവിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്താണ്, അല്ലേ? യെസ്. ഇനി ടൗണുകളില്, വില്ലേജില് സിവിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്താണ്. ടൗൺസില് അല്ലെങ്കിൽ സിറ്റീസില് ഈ സിവിക് കമ്മ്യൂണിറ്റീസ്, അതായത് റോഡ് ഫെസിലിറ്റി, ഇലക്ട്രിസിറ്റി, പിന്നെ ഹെൽത്ത് സെന്റേഴ്സ് എക്സെട്ര ആർ പ്രൊവൈഡഡ് ബൈ മുനിസിപ്പൽ കമ്മിറ്റീസ്. ആരാ? മുനിസിപ്പൽ കമ്മിറ്റീസ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, രണ്ട് മുനിസിപ്പൽ കമ്മിറ്റീസ്, അല്ലെ? ഒന്നും കൂടെ ശ്രദ്ധിക്കും. മിസ് ആദ്യം ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കണേ. ഒന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി.
എന്താ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാല്? ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് റൂൾഡ് ബൈ കിങ്. രാജാവ് ഭരിക്കാതെ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൺട്രീനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയാം, അല്ലെ? ഇപ്പൊ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഗ്രാമങ്ങളിലും കൺട്രീസിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്ത് വേണം? ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, റോഡ്സ്, സ്കൂൾസ്, ഹെൽത്ത് സെന്റേഴ്സ്, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ വേണം. ഇതിനുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് സിവിക് അമ്യൂണിറ്റീസ്. മനസ്സിലായോ? the need such as drinking water, electricity, roads, schools, health center, etc. are known as civic amenities. In villages, civic amenities are provided by ഗ്രാമ പഞ്ചായത്ത്. വില്ലേജ് ഗ്രാമങ്ങളില് ഇതൊക്കെ ഈ സിവിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. In towns, the municipal committees provide and look after the civic communities. ടൗണുകളില് പയ്യന്നൂരൊക്കെ എന്താ? മുനിസിപ്പൽ കമ്മിറ്റി നമ്മൾ കേട്ടില്ല. മുനിസിപ്പൽ കമ്മിറ്റീസ് പ്രൊവൈഡ് അല്ലെ? മുനിസിപ്പൽ കമ്മിറ്റീസ് പ്രൊവൈഡ് ദി സിവിക് കമ്മ്യൂണിറ്റീസ് ഇൻ ടൗൺസ് ആൻഡ് വില്ലേജസ്. ടൗൺസ് ആൻഡ് സിറ്റീസ്, ടൗൺസിലും സിറ്റീസിലൊക്കെ ഈ സിവിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് മുനിസിപ്പൽ കമ്മിറ്റിയാണ്. ഇത്രയും മനസ്സിലായോ? ഒന്ന് തമ്പ് തന്നെ മിസ്സിനെ. മനസ്സിലായോ? ശ്രദ്ധിച്ചിരിക്കണേ. അടുത്തത് എന്താണ് ഗ്രാമപഞ്ചായത്ത് നോക്കാം. ഗ്രാമപഞ്ചായത്ത്, നെക്സ്റ്റ് വൺ, ഗ്രാമപഞ്ചായത്ത്. ലിസൺ. Every village in our country has a gram panchayat. All men and women who are 18 years and above and live in that village vote and choose the members of the gram panchayat. നമുക്കറിയാം, every village in our country has a gram panchayat. നമ്മുടെ രാജ്യത്തിലെ ഓരോ വില്ലേജിലും ഓരോ ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, അല്ലെ? ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഇല്ലേ? പെരിങ്ങോ വയക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടില്ലേ? അപ്പൊ ഓരോ വില്ലേജിനും ഓരോ ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. ഈച്ച് വില്ലേജ് ഹാസ് എ ഗ്രാമപഞ്ചായത്ത്. All men and women who are 18 years old and above, 18 years and above and live in that village vote and choose the members of the ഗ്രാമപഞ്ചായത്ത്. എങ്ങനെ ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുക? ആ വില്ലേജിൽ താമസിക്കുന്ന 18 വയസ്സും അതിന് മുകളിലുമുള്ള ആൾക്കാർ, 18 മുതൽ കൂടുതൽ വയസ്സുള്ള ആൾക്കാർ എന്ത് ചെയ്യും? വോട്ട് ചെയ്തിട്ടാണ് ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാരെ തിരഞ്ഞെടുക്കുക, അല്ലെ? ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ, കണ്ടില്ലേ നിങ്ങള്? വോട്ട് ചോദിച്ച ആൾക്കാർ വീട്ടിൽ വരുന്നില്ലേ? നിങ്ങൾക്കൊക്കെ വോട്ടുണ്ടോ? ഉണ്ടോ? ജോയലിന് വോട്ടുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ 18 വയസ്സും അതിന് മുകളിലുമുള്ള ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ, അല്ലെ? അപ്പൊ 18 വയസ്സിന് കൂടുതലുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പഞ്ചായത്തിലെ ഭരണാധികാരി അല്ലെ പഞ്ചായത്തിന്റെ റൂള് നിശ്ചയിക്കുക. ഓക്കെ, യെസ്. An elected member is called the Panch. There should be at least one woman among the elected members. One of the members is elected to work as the head of the Gram Panchayat. He is called Pradhan or Sarpanch. ഇപ്പൊ നമ്മൾ പറയാം, നമ്മളിപ്പോ ഇലക്ഷന് പോയി വോട്ട് ചെയ്തിട്ട് മെമ്പറിനെ തെരഞ്ഞെടുക്കും, അല്ലെ? പഞ്ചായത്ത് മെമ്പറിനെ തെരഞ്ഞെടുക്കില്ലേ? അപ്പൊ അങ്ങനെ എലക്ട് ചെയ്ത് ജയിക്കുന്ന പഞ്ചായത്തില് വോട്ട് ചെയ്ത് ജയിക്കുന്ന ആളെ മെമ്പറിനെ പറയുന്ന പേരാണ് എന്ത്? പാഞ്ച്. എന്താ പറയാ? സേ ലൗഡ്ലി വിത്ത് മീ, പാഞ്ച്. പറഞ്ഞേ, പാഞ്ച്. ഇനി there should be at least one woman among the elected members. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഓരോ വാർഡിൽ നിന്നും ഓരോ മെമ്പറെ തെരഞ്ഞെടുക്കില്ലേ? അതിൽ കുറഞ്ഞത് ഒരു സ്ത്രീയെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെ? There should be at least one woman among the elected members. ഈ elected members ഒരാളെങ്കിലും സ്ത്രീ ഉണ്ടായിരിക്കണം. ഇനി one of the members is elected to work as head of the gram panchayat. അങ്ങനെ കുറെ മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു ഹെഡ് വേണ്ട മക്കളെ. അതാണ് ആര്? നമ്മുടെ പറയും പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെ? പറയാറില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്? നമ്മൾ പറയാറില്ലേ? ആ ഹെഡിനെ പറയുന്ന പേരാണ് പ്രധാൻ ഓർ സാർപഞ്ച്. എന്താ പറയാ? പ്രധാൻ ഓർ സാർപഞ്ച്. മനസ്സിലായോ? ഗ്രാമപഞ്ചായത്തില് എങ്ങനെയാണ് ആൾക്കാരെ തെരഞ്ഞെടുക്കുക? ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുക്കുക 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക്, 18ഉം അതിനും കൂടുതലുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ട് പഞ്ചായത്ത് മെമ്പർമാരെ തെരഞ്ഞെടുക്കും. ആ പഞ്ചായത്തിലെ മെമ്പർമാരുടെ പറയുന്ന പേരാണ് പാഞ്ച്. ഇനി ഈ പാഞ്ച് തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരില് ഒരു സ്ത്രീയെങ്കിലും ഉണ്ടായിരിക്കണം.
എല്ലാ പാഞ്ചിനും കൂടെ ഒരു ഹെഡ് വേണം. ആ ഹെഡിനെ പറയുന്ന പേരാണ് ഇത് പ്രധാൻ അല്ലെങ്കിൽ സാർപഞ്ച്. പഞ്ച് എന്ന് പറഞ്ഞാല് എലക്ടഡ് മെമ്പർ, സാർപഞ്ച് എന്ന് പറഞ്ഞാല് ഹെഡ് ഓഫ് ദ മെമ്പേഴ്സ്. ജൂലിയറ്റെ, പാഞ്ച് എന്ന് പറഞ്ഞാല് എലക്ടഡ് മെമ്പർ ആണ്, സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ജയിച്ച മെമ്പർ ആണ്. സാർപഞ്ച് എന്ന് പറഞ്ഞാല് ഹെഡ് ഓഫ് ദ മെമ്പേഴ്സ്. ഈ മെമ്പർമാരുടെ ഒക്കെ ഹെഡിന് പറയുന്ന പേരാണ് സാർപഞ്ച്. കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായില്ലേ? ഗുഡ്. അടുത്തത്, ദ ഗ്രാമപഞ്ചായത്ത് വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആൻഡ് ടു ഇംപ്രൂവ് ദ ലൈഫ് ഓഫ് ദ വില്ലേജസ്. ഇറ്റ് ലുക്സ് ആഫ്റ്റർ ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. The members of the Grama Panchayat meet from time to time to discuss the needs of the villages. നമുക്കറിയാം ഗ്രാമ പഞ്ചായത്ത് എന്തിനു വേണ്ടിയാ? ഗ്രാമ പഞ്ചായത്ത് ഓൾവേസ് വർക്കിംഗ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ വില്ലേജ്. വില്ലേജിലെ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത്, അല്ലെ? അപ്പൊ ഗ്രാമപഞ്ചായത്ത് വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുക. ആൻഡ് ടു ഇംപ്രൂവ് ദ ലൈഫ് ഓഫ് ദ വില്ലേജേഴ്സ്. ജനങ്ങളുടെ ജീവിതം ഇംപ്രൂവ് ചെയ്യിക്കാനും കൂടിയാണ് ഗ്രാമപഞ്ചായത്ത്, അല്ലെ? അപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഡ്യൂട്ടി എന്താ? ഗ്രാമപഞ്ചായത്ത് വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആൻഡ് ഇംപ്രൂവ് ദ ലൈഫ് ഓഫ് ദ വില്ലേജസ്. പഞ്ചായത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ വെൽഫെയറും അതുപോലെ ഇംപ്രൂവ്മെന്റ്, ലൈഫ് സ്റ്റൈലുള്ള ഇംപ്രൂവ്മെന്റുമാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുക. ഇറ്റ് ലുക്സ് ആഫ്റ്റർ ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. The members of the Gram Panchayat meet from time to time to discuss the needs of the villages. അപ്പൊ എല്ലാ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുക. അവരെന്ത് ചെയ്യും? ഓരോ പ്രാവശ്യവും അവര് ഡിസ്കഷൻ നടത്തും. എന്തിനു വേണ്ടി? ഡിസ്കസ് ദ നീഡ്സ് ഓഫ് ദ വില്ലേജേഴ്സ്. ജനങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് അവര് ചർച്ച നടത്തിയിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തും. ആര്? പഞ്ചായത്ത്, അല്ലേ? എന്താ ഗ്രാമപഞ്ചായത്ത് മനസ്സിലായില്ലേ? ഇനി ദ ഗ്രാമപഞ്ചായത്ത് ലുക്സ് ആഫ്റ്റർ ഡാഷ്. ഗ്രാമപഞ്ചായത്ത് എന്തൊക്കെ ലുക്സ് ആഫ്റ്റർ ചെയ്യും നോക്ക്. ക്ലീൻലിനെസ് ഓഫ് ദ വില്ലേജ്. ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്ന്. ക്ലീൻലിനെസ്, പഞ്ചായത്തിന്റെ വൃത്തി ആര് നോക്കും? വൃത്തി ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കും. ആര്? ഗ്രാമപഞ്ചായത്ത്. പിന്നെ ഡിഗിങ് ഓഫ് വെൽസ് ടു പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള കിണറുകൾ കുഴിക്കുക. Then third one, building and repairing of village roads. പുതിയ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ നിർമ്മിക്കുക, റോഡിനെ റിപ്പയർ ചെയ്യുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാ? പഞ്ചായത്തിന്റെ ഡ്യൂട്ടിയാണ്. സ്ട്രീറ്റ് ലൈറ്റിംഗ്. തെരുവിൽ കാണുന്നില്ലേ? റോഡിലൊക്കെ തെരുവിളക്ക് കാണുന്നില്ലേ? സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നില്ലേ? അത് സ്ഥാപിക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. പിന്നെ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ഫോർ ദോസ് അഡൽട്സ് ഹു കനോട്ട് റീഡ് ആൻഡ് ഓർ റൈറ്റ്. കുറച്ച് പ്രായമായ ആൾക്കാരെ, 18 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക്, എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കും. ആര്? പഞ്ചായത്തിൽ നിന്ന്. പിന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് ഡിസ്പെൻസറീസ് ടു ലുക്ക് ആഫ്റ്റർ ദ സിക്ക്. ഡിസ്പെൻസറി, അല്ലെ? ഡിസ്പെൻസറി നമുക്കറിയാം, ഹെൽത്ത് സെന്ററും അതുപോലെയുള്ള ഡിസ്പെൻസറി ആയിട്ടില്ല നിങ്ങള്? അതൊക്കെ ജനങ്ങൾ, അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചികിത്സ തേടാൻ വേണ്ടിയുള്ള ഡിസ്പെൻസറി. പിന്നെ ഹെൽപ്പിംഗ് ഫാർമേഴ്സ് ടു ഗ്രോ മോർ ആൻഡ് ബെറ്റർ ക്രോപ്സ്. കൃഷിക്കാരെ സഹായിക്കുക. എന്തിനു വേണ്ടി? കൂടുതൽ കൃഷി നടത്താൻ വേണ്ടി കൃഷിക്കാരെ സഹായിക്കുക. അതാരാണ് ചെയ്യാ? ഗ്രാമപഞ്ചായത്ത്. സെറ്റിലിംഗ് ക്വാറൽസ് ബിറ്റ്വീൻ ദ വില്ലേജസ്. വില്ലേജസ്, അതായത് വില്ലേജിലെ ജനങ്ങളുമായി ഒരു ക്വാറൽ സെറ്റിംഗ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഡ്യൂട്ടി. ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നും കൂടെ പറഞ്ഞേ. ഗ്രാമപഞ്ചായത്ത് ലുക്സ് ആഫ്റ്റർ ക്ലീൻലിനെസ് ഓഫ് ദ വില്ലേജ്. വില്ലേജിലെ ഗ്രാമങ്ങളുടെ വൃത്തി. ഡിഗിങ് ഓഫ് വെൽസ് ടു പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ, അല്ലെ? കുടിവെള്ളത്തിന് വേണ്ടിയുള്ള കിണറുകൾ കുഴിക്കുക. ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് ഓഫ് വില്ലേജ് റോഡ്സ്. പഞ്ചായത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ വില്ലേജ് ഗ്രാമങ്ങളിലെ റോഡ് നിർമ്മിക്കുക. അല്ലെങ്കിൽ ടാറൊക്കെ പോയ റോഡിനെ വീണ്ടും റീടാറിങ്ങിനൊക്കെ കൊടുക്കുന്നതാണെന്നില്ലേ? റോഡ് ടാർ ചെയ്യുന്നു. ആ റോഡ് ടാർ ചെയ്ത റോഡ് പോയത് വീണ്ടും മെയിന്റനൻസ് വർക്കൊക്കെ ചെയ്യിക്കുന്ന ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. സ്ട്രീറ്റ് ലൈറ്റിംഗ്, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക. പിന്നെ നെക്സ്റ്റ് പറഞ്ഞോ, പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ഫോർ ദോസ് ഹു കാനോട്ട് റീഡ് ആൻഡ്
റീഡ് ഓർ റൈറ്റ്. പ്രായപൂർത്തി ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത പ്രായപൂർത്തിയുള്ള ആൾക്കാർക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. പിന്നെ സെറ്റിലിംഗ് അപ്പ് ഓഫ് ഡിസ്പെൻസറീസ്. ഡിസ്പെൻസറി സ്ഥാപിക്കുക. ഞങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഡിസ്പെൻസറി സ്ഥാപിക്കുക. പിന്നെ ഹെൽപ്പിംഗ് ഫാർമേഴ്സ് ടു ഗ്രോ മോർ ആൻഡ് ബെറ്റർ ക്രോപ്സ്. ഫാർമേഴ്സിനെ സഹായിക്കുക. എന്തിനു വേണ്ടി? നല്ല നല്ല കൃഷി നടത്താൻ വേണ്ടി ഫാർമേഴ്സിനെ സഹായിക്കുക. പിന്നെ വില്ലേജേഴ്സുമായി ഒരു ക്വാറൽ സെറ്റിലിംഗ് ക്വാറൽസ് ബിറ്റ്വീൻ വില്ലേജേഴ്സ്. ദീസ് ആർ ദ വർക്ക്സ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? മിസ് പറഞ്ഞത് മനസ്സിലായോ? ഒന്ന് തമ്പ് കാണിച്ചേ. ഒന്നുകൂടെ പറയണോ? പെട്ടെന്ന് മിസ് ഒന്നുകൂടെ പറയുന്ന അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ പറഞ്ഞു ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഡെമോക്രാറ്റിക് മീൻസ് നോട്ട് റൂൾഡ് ബൈ എ കിങ്. രാജാവ് ഭരിക്കാത്ത കൺട്രീനെയാണ് എന്ത് പറയാ? ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയാ. അല്ലെ? ഗവൺമെന്റ് ഭരിക്കുന്നത്, രാജാവല്ല. ഇപ്പൊ സൗദിയിലൊക്കെ എന്താ? സൗദിയിൽ രാജാവല്ലേ ഭരിക്കുന്നത്? ഇന്ത്യയിൽ രാജാവാണോ? ഇന്ത്യയിലല്ല അല്ലെ? ഒരു ഗവൺമെന്റ് ആണ്. വി ഗവേൺ അവർ കൺട്രി. നമ്മൾ തന്നെയാണ് നമ്മളെ ഭരിക്കുന്നത്. നോട്ട് റൂൾഡ് ബൈ എ കിങ്. പിന്നെ എന്താ സിവിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല്? പറഞ്ഞേ. വി നീഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, റോഡ്സ്, സ്കൂൾസ്, ഹെൽത്ത് സെന്റർ. നമുക്ക് ഇതൊക്കെ വേണ്ടേ? ഹെൽത്ത് സെന്റർ വേണം, റോഡ് വേണം, സ്കൂള് വേണം, ഇലക്ട്രിസിറ്റി വേണം, അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ദീസ് ആർ നോൺ ആസ് സിവിക് അമ്യൂണിറ്റീസ്. ഇതിനെയാണ് നമ്മൾ സിവിക് അമ്യൂണിറ്റീസ് എന്ന് പറയാം. ഇനി ഗ്രാമങ്ങൾ, വില്ലേജിന് സിവിക് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? വില്ലേജിനെ ഗ്രാമപഞ്ചായത്ത്. ഇനി ടൗൺസ് ആൻഡ് വില്ലേജസിന് ഈ സിവിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? അല്ലെങ്കിൽ ടൗൺസിനെ വില്ലേജിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മുനിസിപ്പൽ കമ്മിറ്റീസ്. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാ ഗ്രാമപഞ്ചായത്തിനെ സെലക്ട് ചെയ്യാ? 18 വയസ്സോ അതിൽ കൂടുതലുള്ള ആൾക്കാര് വോട്ട് ചെയ്തിട്ടാണ് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ തെരഞ്ഞെടുക്കുക, അല്ലെ? അതിനാണ് ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നില്ലേ മക്കളെ? ഇലക്ഷന്റെ പ്രചരണങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നു. അത് 14-ാം തീയതി അല്ലെ? December 14th അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ ആണ്, അല്ലെ? ബ്ലോക്കിലേക്കുണ്ട്, ജില്ലയിലേക്കുണ്ട്, അല്ലെ? പഞ്ചായത്ത്. അങ്ങനെ ഇലക്ഷനിലൂടെയാണ് മെമ്പർമാരെ തെരഞ്ഞെടുക്കുക. അങ്ങനെ ഓരോ വാർഡിലേക്കും സെലക്ട് ചെയ്യുന്ന മെമ്പർമാരെ നമ്മൾ പറയുന്ന പേര് പാഞ്ചി എന്നാണ്. എന്താണ് പറയാ? Elected members are known as panch. Head of the members are known as sarpanch. എലക്ട് ചെയ്യുന്ന മെമ്പറിനെ പാഞ്ചി എന്നും ഈ എല്ലാ തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരുടെയും ഹെഡിനെ എന്ത് പറയും? സാർപഞ്ച് എന്നും പറയും. അതായത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും, അല്ലെ? ഇനി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെ കാര്യങ്ങളാ? ഗ്രാമപഞ്ചായത്ത് ലുക്സ് ആഫ്റ്റർ cleanliness of the village, digging wells to provide drinking water, then building and repairing of roads, street lighting, education for children, education for adults, those who cannot read and write, then setting dispensaries, helping farmers, settling quarrels between villagers. Okay. മക്കളെ മനസ്സിലായില്ലേ? വെരി ഗുഡ്. ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. ഒന്നത് വായിച്ചു നോക്കിയേ. നല്ല കുട്ടികളായിട്ട് വായിച്ചു നോക്കിയാട്ടെ. ടെക്സ്റ്റ് വായിക്കാം. ഹു വിൽ റീഡ് ലൗഡ്ലി? ആരെ വിളിക്കണ്ടേ നോക്കട്ടെ മിസ്. അലൻ പി സാംസൺ. India is a dispensary country. Democratic country. Is means where we are by king or king but govern our own country. Govern our own country. There are thousands of towns and cities and lakhs of villages in our country.
safe Hmm? drinking, safe drinking They all need safe drinking water, electricity, roads, Ah. school, Ah. and health centers. the center Health centers. are called Civic amenities. civic amenities in Ah. villages. Ah. The civics Amenities are are provided and looked looked after by the Gram Panchayat. Gram Panchayat. Grama Panchayat. In towns and Cities, mm, them municipal committees. communities provided and Municipal community alla municipal committees. municipal committees Provide and look after the city the civic amenities. communities. Okay, good. Next one, Aaron P. Sanal. Aaron. Unmute ചെയ്തേ മോനെ. ആരോണേ. Next one, Grama Panchayat. Grama Panchayat. Every village is in our country was has a Gram Panchayat. Gram Panchayat. All men and women who are 18 years and above and live in that village vote and choose the members of the Grama Panchayat. Okay, next one, next paragraph. Baki, an elected member Elected member is called the Panch. There should be at least one woman among the elected members. One of the members is elected to work as the head of the Grama Panchayat. She is called the Pradhan or Sarpanch. Okay, good. Next one. Mute ചെയ്തേ മോനെ. ആരോണേ mute. Okay. Next one. Aditya KV. Rilu, please wait there. Aditya. The Gram Panchayat works for the welfare of the villages and to welfare of the village and to improve the life of the villages. Life of the villages It looks free it looks after and needs of the people.
fulfill the of the Gram Panchayat. Means Meet for from time to time discuss the needs of the villages the Gram Panchayat looks after. എന്താടാ ചിരിക്കുന്നത്? വായിക്കും മോനെ. ആദ്യത്തെ നല്ല മോനായി വായിച്ചേ, മിടുക്കനല്ലേ? ക്ലീൻലിനെസ് ഓഫ് ദ വില്ലേജ്. ക്ലീൻലിനെസ് ഓഫ് ദ വില്ലേജ്. രണ്ടാമത്തത് ഓക്കേടാ, ഓക്കെ മോനെ. നെക്സ്റ്റ് വൺ മുഹമ്മദ് കൈസ്. digging of wells to provide drinking water, building and repairing of village roads, street lighting, providing education of for children, providing education for those adults who cannot read or write. Setting up of dispensaries to look after the sick. Okay, please stop there, Mone. Please stop there. Next one. Aradhya. helping farmers to grow more and better crops. Settling quarrels between the villages. അതിന്റെ ആദ്യം തൊട്ട് വായിച്ചേ, സ്റ്റാർട്ടിങ് മുതല്. India is a democratic country. This means we are not ruled by a king, but we govern on our country. Govern our own country. Okay, Aradhya, please stop there, Mola. Next one, Jevin. Jevin വായിച്ചതാണോ? പോയോ? എവിടെ ജെവിൻ പോയോ? Okay. Next one, Angel Rose Benjamin. Angel Rose Benjamin. വായിച്ച മോളെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. There are thousands of towns and cities and lakhs of villages in our country. They all need safe drinking water,
electricity, roads, schools, and health centers. These things are called These things are called civic These- amenities. Civic amenities. civic amenities. Mm. In In villages, villages, the civic amenities are provided and looked looked after after by the Gram the Gram Panchayat. Panchayat in town and cities. The Municipal committee committees provide provide and look after the provide civic and communities. civic communities. Okay. Grama Panchayat. Okay, please stop there, മോളെ. അപ്പൊ മക്കളെ നമ്മുടെ ടൈം കഴിയാനായി. അപ്പൊ എല്ലാവരും ചെയ്യേണ്ട ക്ലാസ് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം. മിസ്സിന് ഇപ്പൊ തന്നെ സെൻഡ് ചെയ്ത് തരാം. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ലെസൺ വായിക്കുന്നത് റെക്കോർഡ് എടുത്ത് മിസ്സിന് അയച്ചു തരാം. വായിപ്പിക്കാത്ത കുട്ടികളെ മിസ് അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കും. All of you read 3 times, at least 3 times. Okay? Okay. Bye bye. See you in the next class. Bye bye. All of you, bye bye. റിലു ഒക്കെ മടുത്ത് കിടന്നോ? റിലു റിലുവിന് രാവിലെ ഭയങ്കര ഗ്ലൂമിയാണെന്ന് ടീച്ചർ പറയുന്നുണ്ടേ. എന്താ റിലു? ടാറ്റ ബൈ ബൈ. സെൽന. ഓക്കെ.